എൻ്റെ കയ്യിലുള്ള ക്യാഷ് 57,000 രൂപയാണ്. ബാങ്ക് അക്കൗണ്ടിൽ 55,000 രൂപയും ഉണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 1,12,000 രൂപ അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിലുള്ള ക്യാഷായി തന്നെ നിലനിൽക്കുന്നുണ്ട്, സ്വന്തം ഉടമസ്ഥതയിലുള്ള ക്യാഷായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാസം 5,000 വെച്ച് 40,000 രൂപ കൊടുക്കാനുണ്ട്. കടത്തിൻ്റെ ഇനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനുശേഷം അദ്ദേഹം എഴുതുന്നു, കുറിക്ക് 2,500 രൂപ വെച്ച് 25,000 രൂപ ഒരു വർഷത്തിൽ കൊടുക്കാനും ഉണ്ട് എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 1,12,000 രൂപയിൽ നിന്ന് 65,000 രൂപ കിഴിച്ചിട്ടാണോ അദ്ദേഹം, അതായത് മൈനസ് ചെയ്തിട്ടാണോ അദ്ദേഹം സക്കാത്തിൻ്റെ കണക്ക് നോക്കേണ്ടത്, കൊടുത്തുവിടേണ്ടത്, അതല്ല ഇത് മൊത്തം കൂട്ടി നോക്കിയിട്ടാണോ കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് വളരെ എളുപ്പം നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ഇത് ഇങ്ങനെ കുറേ സാങ്കേതികതകൾ, അവിടെ എത്ര ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്, ഇനി എത്ര എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. ഇതിന് നമുക്കൊരു ഒരു ഹൗല്, ഒരു വർഷം തികയുന്നതുമായി ബന്ധപ്പെട്ടൊരു കണക്കുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 595 ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ പണം എന്ന് വന്നു, അന്ന് മുതലാണ് എൻ്റെ സക്കാത്തിൻ്റെ വർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ മുഹറം 1 അറബി മാസപ്രകാരമാണ് കണക്കുകളുണ്ടാവും. അപ്പോൾ മുഹറം 1 എൻ്റെ കയ്യിൽ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള ക്യാഷ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 74,000 രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളി വാങ്ങാൻ പറ്റും. ഒരു 75,000 രൂപ നമ്മൾ തൽക്കാലം അങ്ങനെ ഒരു റൗണ്ടാക്കി പറയാം. അപ്പോൾ 75,000 രൂപ എൻ്റെ കയ്യിൽ ഇന്ന് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ അറബി മാസപ്രകാരം ഇന്ന് എത്രയാണ് ഡേറ്റ് ഞാൻ നോക്കുക. അപ്പോൾ ഇന്ന് അറബി മാസപ്രകാരമാണ് നോക്കേണ്ടത്. അത് നോക്കുമ്പോൾ അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കയ്യിൽ വന്ന് മുഹറം 1 വിചാരിക്കുക. ഇനി ആ 75,000 രൂപ ഒരു വർഷം, അതും അതിൻ്റെ മുകളിലുള്ളതും അയാളുടെ കയ്യിൽ ഒരു വർഷമുണ്ട് എങ്കിൽ, അടുത്ത മുഹറം 1 ഉള്ള സമയത്ത് കയ്യിലുണ്ട് എങ്കിൽ അതിൻ്റെ 2.5% അയാൾ കൊടുക്കേണ്ടത്. അവിടെയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് കടത്തിൻ്റെ വിഷയം പറഞ്ഞത്. ഈ കടത്തിൽ ഈ മുഹറം 1 മുമ്പ് കൊടുക്കാനുള്ള കടം എത്രയാണെന്ന് നോക്കുക. ഇവിടെ പറഞ്ഞത് ഓരോ മാസം 5,000 രൂപ എന്ന് പറഞ്ഞു, വേറെ 2,500 വേറെ പറഞ്ഞു. ഇത് ഈ മുഹറത്തിൻ്റെ മുമ്പ് കൊടുത്തു വീട്ടേണ്ടത് എത്രയാണോ അത് മാത്രമേ ഇതിൽ നിന്ന് എന്താക്കാൻ പറ്റുള്ളൂ, കുറക്കാൻ പറ്റുള്ളൂ. ഇനി ആ മുഹറത്തിൻ്റെ ശേഷം കൊടുത്തു വീട്ടേണ്ടതുണ്ടാവും, അത് അടുത്ത വർഷത്തെ സക്കാത്തിൻ്റെ കണക്കിനാണ് വരിക, അതിലെ കടത്തിലേക്കാണ് കൂട്ടുക. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1,00,000 അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ആ 1,00,000 ഒരു വർഷം തികഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വർഷത്തിൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ സക്കാത്ത് നൽകുന്ന ആ സമയത്ത് എത്ര കടമാണോ കൊടുക്കാനുള്ളത് ആ കടം അതിൽ നിന്ന് ഒഴിവാക്കാം. അതിൻ്റെ ശേഷം വരുന്ന കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മാസം 5,000 ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ വർഷം തികയുന്ന സമയത്ത് അദ്ദേഹം 5,000 ഉണ്ടാവും, ആ മാസം അടക്കം ഉണ്ടാവും. അതിൻ്റെ മുമ്പുള്ള മാസങ്ങളൊക്കെ അടച്ചു പോയിട്ടുണ്ടാവും. ഇനി ആ മാസം എന്തുണ്ടാവും, ഒരു 5,000 കൂടി കൊടുക്കാനുണ്ടാവും. ആ 5,000 മാത്രമേ ഇതിൽ കണക്കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷേ കുറിപ്രകാരമുള്ളത് ഒരു ചിലപ്പോൾ 2,500 ഉണ്ടാവും. അതിൻ്റെ മുമ്പുള്ള എല്ലാ കുറി എന്തായിട്ടുണ്ടാവും, കൊടുത്തു വീടിയിട്ടുണ്ടാവും. പിന്നെ ശേഷം വരുന്നത് അടുത്ത മാസം മുതലുള്ളതാണ്. അതൊരിക്കലും തന്നെ ഇതിലേക്ക് കൂട്ടാൻ പറ്റുകയില്ല. ആ രൂപത്തിൽ കണക്ക് നോക്കിയിട്ട് വേണം ഈ രൂപത്തിൽ സക്കാത്ത് കൊടുക്കാൻ എന്നുള്ളതാണ്. 2.5% കാണാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് എത്രയാണ് സംഖ്യ കയ്യിലുള്ളത് അതിനെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സംഖ്യയാണ് 2.5%. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.